എന്താ ഇവിടെ വല്ലാത്തൊരു ശശ്മാന മൂകത? As silent as a grave. സിമിലി, അതെ. HST പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുവാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് വളരെ സിമ്പിൾ ആയിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? അതെ. അപ്പൊ ആദ്യം എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്നതിൽ തുടങ്ങാം. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറെന്റ് യൂസ് ഓഫ് എ വേർഡ് ഫ്രം ഇറ്റ്സ് യൂഷ്വൽ മീനിങ് ഇൻ ഓർഡർ ടു കൺവേ എ പെർട്ടിക്കുലർ മെന്റൽ ഇമേജ് ഓർ ഐഡിയ. അതായത് ഒരു പ്രത്യേക, അതായത് യൂഷ്വൽ മീനിങ്ങിൽ നിന്ന് മാറി ഒരു കാര്യത്തെ നമ്മൾ പ്രസന്റ് ചെയ്യുക. എന്തിനാ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അപ്പം അതിന്റെ ഒരു മെന്റൽ ഇമേജ്, വേറൊരു ഇമേജ് ചിലപ്പോൾ നമുക്ക് കിട്ടും, വേറൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള പുതിയൊരു സംഭവത്തെ നമ്മൾ കുറച്ച് ഡെപ്തിൽ അവതരിപ്പിക്കാനാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നത്. നമുക്ക് സിമിലിയും തുടങ്ങാം. അതെ. സിമിലിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാവോ? ഓക്കെ, കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് as than. അതായത് തമ്മിൽ യാതൊരു കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റാത്ത രണ്ട് കാര്യങ്ങളെ ലൈക്കും അസും ദാനും ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. HW ലോങ്ഫെലോയുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന കവിതയിൽ ആൻഡ് ഇൻ ദ ഫേഡിംഗ് ഗ്ലോറി ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോ എന്ന് പറയുന്നുണ്ട്. അതായത് സൂര്യപ്രകാശം വന്നു കഴിയുമ്പം മേഘങ്ങൾ പിൻവാങ്ങുന്നതിനെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന സോൾജേഴ്സിന് പട്ടാളക്കാരോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. സർ, ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതുപോലെ തന്നെ ബ്ലാക്ക് ആസ് എ നൈറ്റ്, ബ്ലാക്ക് രാത്രിയെ പോലെ ബ്ലാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിമിലിയാണ്. അതുപോലെ തന്നെ ഈറ്റിംഗ് ലൈക്ക് എ ബേർഡ് എന്ന് പറയുന്നതും ഒരു സിമിലിയാണ്. കൊത്തി കൊത്തി പറക്കി തിന്നുന്നതിന്. ഓക്കെ, അതുപോലെ ആ സോബർ ആസ് എ ജഡ്ജ് എന്ന് പറയാറുണ്ട്, ആ സ്കൂൾ ആസ് കുക്കുംബർ എന്ന് പറയാറുണ്ട്. ലൈക്കും അസും വെച്ച ഒരുപാട് ഫ്രേസസ് ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോവാം. രണ്ടാമതായിട്ട് പറയാനുള്ളത് മെറ്റഫർ ആണ്. സിമിലി പറഞ്ഞ ഉടനെ പറയേണ്ടത് മെറ്റഫർ ആണ്. മെറ്റഫറിന് എങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും? സിമിലി എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റാത്തവരാണെങ്കിൽ മെറ്റഫറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെയായിരിക്കും നമ്മൾ മെറ്റഫറിൽ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ദർ വിൽ ബി നോ ലൈക്ക് ആസ് ദാൻ. ഇതിന്റെ ഒന്നും യൂസേജിന് യാതൊരു പ്രസക്തി ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറഞ്ഞ സിമിലിയും മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറഞ്ഞാൽ അത് മെറ്റഫറുമാണ്. വേറൊരു ഉദാഹരണം പറയാൻ പറ്റും. വേറെ ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ചിരിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലൈഫ് ഈസ് എ ജേർണി, ജീവിതം ഒരു യാത്രയാണ്. അതേപോലെ ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന കവിത തുടങ്ങുന്നത് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് എന്ന് പറഞ്ഞ നമ്മുടെ പാരമ്പര്യത്തിന്റെയും പദവിയുടെയും മഹിമ എന്ന് പറയുന്നത് നിഴൽ രൂപം മാത്രമാണ്. അതും മെറ്റഫറിന് പറയാൻ പറ്റും. മൂന്നാമതായിട്ട് പെർസോണിഫിക്കേഷനിലോട്ട് പോവാം. Okay, personification is something when we attribute human qualities to animals or inanimate objects. Animalsനോ അല്ലെങ്കിൽ ഇന്നാനിമേറ്റ് ജീവനില്ലാത്ത ഒബ്ജക്ട്സിനോ നമ്മൾ ഹ്യൂമൻ ക്വാളിറ്റീസിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഹൗളിംഗ് വിൻഡ് എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും എക്സാമ്പിൾ ഉണ്ട്. അതായത് ഈ ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് തന്നെ ഡെത്ത് ലേസ് ഇസ് ഐസി ഹാൻഡ് ഈവൻ ഓൺ കിങ്സ് എന്ന് പറയുന്നു. രാജാക്കന്മാരുടെ മേൽവര മരണം അതിന്റെ തണുത്തുറഞ്ഞ കൈകൾ പ്രയോഗിക്കുന്നു. അർത്ഥം ഈവൻ കിങ്സ് ഡൈ എന്നാണ്. എന്നാലും ആ കൈകൾ എന്ന് പറയുമ്പോൾ മരണത്തിനൊരു മനുഷ്യരൂപം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് പെർസോണിഫിക്കേഷൻ. അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് എമിലി ഡിക്കിൻസൺ. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എമിലി ഡിക്കിൻസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂസേജ് ഉണ്ട്, ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു സംഭവമാണ്, അതിന് വിങ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഹോപ്പിനെ അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഇഫ് എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് we can meet triumph and disaster and treat those two imposters just the same എന്ന് പറയുന്നുണ്ട്. അതായത് വിജയപരാജയങ്ങളെ ഇമ്പോസ്റ്റേഴ്സ് അഥവാ കപടനാട്യക്കാർ എന്ന് വിശേഷിക്കുന്നുണ്ട്. കാരണം ദേ ആർ നോട്ട് പെർമനന്റ്. അപ്പൊ ഈ വിജയപരാജയങ്ങളെ കപടനാട്യക്കാർ അഥവാ ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആൾസോ an example of personification. ഓക്കെ, നമുക്ക് നാലാമത്തിലേക്ക് പോവാം. ഒരുപാട് സമയം കളയണ്ട. നാലാമത്തെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഓക്സിമോറോൺ ആണ്. ഓക്സിമറോൺ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമേജസിനെ നമ്മൾ ആക്ച്വലി പറയുന്നത് ദേ ആർ വയലന്റ്ലി ടൈഡ് ടുഗദർ എന്ന, അവരെ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് വിജയപരാജയങ്ങൾ എന്നുള്ളത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതുപോലെ തന്നെ ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ കവിതയ്ക്കകത്ത് വിക്ടർ വിക്ടിം അപ്പോൺ ദ ഡെത്ത് പർപ്പിൾ ആൾട്ടാർ നൗ സീ വെയർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ് എന്ന് പറയുന്നുണ്ട്. മരണത്തിന്റെ ചുവപ്പ് നിറഞ്ഞ അൾത്താരയിൽ
വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരുപോലെ രക്തം വാർക്കും. മരണത്തിന്റെ അനിവാര്യതയെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അതും ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. എ വേർഡ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ്സ് ആർ യൂസ്ഡ് ടുഗദർ. ഒരു വേർഡും അതിന്റെ ഓപ്പോസിറ്റും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിമോറോൺ. പിന്നെ കോമൺ യൂസേജ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം ഒറിജിനൽ കോപ്പി നമ്മൾ പറയും. അതുപോലെ തന്നെ പ്രറ്റി അഗ്ലി, ഷീസ് പ്രറ്റി അഗ്ലി, അത് ഒരു ഇന്റൻസിറ്റി കൂട്ടാണ്. പ്രറ്റി അഗ്ലി പറയാം. പ്ലീസിംഗ് പെയിൻസ് പറയാറുണ്ട്. അതായത് പ്ലീസിംഗ് പെയിൻസ് എന്ന് പറഞ്ഞാൽ സന്തോഷ കണ്ണീർ എന്ന് പറയുന്നത് ഹാപ്പിലി മാരീഡ് കോമിക്കലായിട്ടെങ്കിലും പലരും ഒരു ഓക്സിമോറോൺ ആയിട്ട് യൂസ് ചെയ്യാറ് പറ്റുന്നതാണ്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അലുവായും മത്തിക്കറിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്തത് ഒനമട്ടോപ്പിയ ആണ്. ഒനമട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൗണ്ട് ആ വാക്കായിട്ട് മാറിയതാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് വെള്ളത്തിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ആണ്, ആ ശബ്ദമാണ് ആ വേർഡ് സ്പ്ലാഷ്. അതുപോലെ തന്നെ ക്ലിക്ക്, പിന്നെ കുറെ അനിമൽസിന്റെ സൗണ്ട്, മ്യൂ, അതുപോലെ തന്നെ കുക്കു, ബേർഡിന്റെ സൗണ്ട്, ഇതെല്ലാം ഈ ഒരു യൂസേജിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് സ്ക്രീച്ച് എന്നാണ്. സ്ക്രീച്ച്, ആ സൗണ്ട് തന്നെയാണ് ആ വാക്ക് സ്ക്രീച്ച് എന്ന് പറയുന്നത്. പിന്നെ ഹിസ്സിംഗ് സൗണ്ട്, ഹിസ്സിംഗ് സൗണ്ട്, അതായത് സ്നേക്കിന്റെയും തീ കത്തുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടും ഹിസ് എന്നുള്ള സൗണ്ടാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഈ ഓനമട്ടോപ്പിയ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചിന് ഉദാഹരണമാണ്. നമുക്ക് അവസാനമായിട്ട് ഒരെണ്ണോട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് മെറ്റോനിമിയാണ്. എന്താണ് മെറ്റോനിമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേർഡ് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തെ ഉദ്ദേശിച്ച് പറയുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ക്രൗൺ, കിരീടം എന്ന് പറയുന്നത് റോയൽറ്റി, സിമ്പിൾ ഓഫ് റോയൽറ്റിയാണ്, അധികാരത്തിന്റെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ് എന്ന് ഞാൻ ചോദിച്ചാല് ആക്ച്വലി ഞാൻ ചോദിക്കുന്ന ഡിഷിനെ അല്ല, ആ ഫുഡിനെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഡിഷ് എന്ന് പറയുന്ന ഉപയോഗം ഇതിന് എക്സാമ്പിൾ ആണ്. ദെൻ റൈഡ്, കാറിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രോവർബ് ഉണ്ടല്ലോ, യെസ്, ദ പെൻ ഈസ് മൈറ്റർ ദാൻ ദ സോഡ്. അത് അവിടെ ദ പെന്നും ദ സോഡും ഉദ്ദേശിച്ചിരിക്കുന്നത് വേറെ കാര്യത്തെയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ മെറ്റോനിമി എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഓക്സിമോറോൺ, ഒനമട്ടോപ്പിയ, അത് കഴിഞ്ഞ് അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റോനിമിയാണ്. സോ ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഉദാഹരണത്തിലൂടെ പഠിക്കുമ്പോഴാണ് പലപ്പോഴും ഇതൊക്കെ മനസ്സിലാവുന്നത് അല്ലെ ടീച്ചർ? അതെ, എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സാമ്പിൾ ആയിട്ടും ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ എമിലി ഡിക്കൻസന്റെ വർക്കിന്റെ അങ്ങനെ വർക്ക് റെഫറൻസ് ചെയ്തും ഇത്തരം എക്സാംസിന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ HSCയുടെ കോഴ്സ് വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ എൻട്രിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കകളെല്ലാം മാറ്റിവെച്ച് കോഴ്സിന്റെ ഭാഗമാകുക. ഇതുപോലെ വളരെ രസകരമായിട്ട് എല്ലാ അധ്യാപകരും വളരെ രസകരമായിട്ട് ഒരു ബേർഡൻ ഇല്ലാതെ, പഠനത്തിന്റെ ഒരു ബേർഡൻ ഇല്ലാതെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും കോഴ്സിന്റെ ഭാഗമാകുക. ഞങ്ങൾ ഇനിയും ഇതേപോലെ ചെറിയ എപ്പിസോഡുമായിട്ട് എത്തുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. നന്ദി.